മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ എല്ലാവിധ സഹായവും അനുഗ്രഹവും ഈ ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളൊന്നും കരുതി വയ്ക്കരുത്, തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ എന്ന്. ഈ ഭൂമിയിലെ സമ്പാദ്യം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാനുള്ളതായിരിക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾ നേടേണ്ട സമ്പാദ്യം കരുണയുടെ, സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, നന്മയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ സമ്പാദ്യമായിരിക്കണം. ഈ സമ്പാദ്യം ഈ ഭൂമിയിൽ നിങ്ങൾ നേടിയാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമായി ഇത് നിലനിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്ത സമ്പാദിക്കുക, സുഖിക്കുക, അനുഭവിക്കുക എന്നുള്ളതല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ നിന്റെ സമ്പാദ്യങ്ങൾ, അത് പണമോ നിന്റെ സുഖങ്ങളോ കഴിവുകളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ വല്ല വലിയ വീടുകളോ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഈ ഭൂമിയിലെ ജീവിതം ഏറിയാൽ 70, 80 അല്ലെങ്കിൽ 90 ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊരു ജീവിതം ഈ ഭൂമിയിൽ നമുക്കില്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കുറച്ച് നാളത്തേക്കുള്ളത്, ഒരു ദിവസം അവസാനിക്കും. എന്നാൽ നിലനിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്, അവസാനിക്കാത്ത ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. ആ ജീവിതം നേടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ നിന്റെ പണത്തിനോ നിന്റെ കഴിവിനോ നിന്റെ സുഖങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് നീ തിരിച്ചറിയണം. ഈ ഭൂമിയിൽ നീ നേടിയെടുക്കുന്ന കരുണ, സ്നേഹം, സൗഹൃദങ്ങൾ, ക്ഷമ, വിശുദ്ധി, പ്രാർത്ഥന, ഇതൊക്കെ സ്വർഗം നേടിയെടുക്കുവാനായിട്ട് നിന്നെ സഹായിക്കുകയുള്ളൂ. ഭൂമിയിലെ നിക്ഷേപങ്ങളുടെ അടിമയായി നീ മാറരുത്. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നിനക്കുണ്ടായിരിക്കണം. ക്ഷമിക്കാൻ കഴിയുന്ന ഒരാത്മാവ് നിനക്കുണ്ടായിരിക്കണം. കരുണ കാണിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നിനക്കുണ്ടായിരിക്കണം. ദൈവത്തിന് പ്രിയമുള്ള പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ഭൂമിയിൽ ഇത് നിനക്കുണ്ട് എങ്കിൽ സ്വർഗം നേടിയെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. അതിനുള്ള കൃപ ഈശോ നിനക്ക് നൽകട്ടെ. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അധ്വാനങ്ങളെയും ഈശോയ്ക്ക് കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തെ ആശീർവദിക്കണമേ. ഇവരുടെ ഇന്നത്തെ അധ്വാനങ്ങളെ ആശീർവദിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോനാഥ, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉയർച്ച ലഭിക്കട്ടെ. ഇവരുടെ ഈ ദിവസത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.